നമസ്കാരം. എല്ലാവർക്കും കരികുന്ന KSS ഇന്ന് ദേശീയ യുവജനമായിട്ട് നടത്തുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് ഈശ്വര പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം. കൃഷിഭൂമികളിൽ കനകം വിളയിക്കുന്ന കർഷക മക്കളെ കാത്തുപരിപാലിക്കുന്ന അനുകൂലമായ കാലാവസ്ഥയും സമൃദ്ധമായ വിളവ് നൽകി കാർഷിക മേഖലയെ സംബന്ധിച്ചൊരിക്കലും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രതികൂലമായ കാലാവസ്ഥയിൽ നിന്നും ഇളനാശങ്ങളിൽ നിന്നും കർഷക ജനതയെ കാത്തുപരിപാലിക്കണമേ. അധ്വാനത്തിന്റെ കണ്ണീർപ്പൂക്കളും വിയർപ്പുതുള്ളികളും പൊഴിയുന്ന ഞങ്ങളുടെ വയലേലകളിൽ നൂറുമേനി വിളവ് നൽകി അനുഗ്രഹിക്കണമേ. കർഷക കൂട്ടായ്മയുടെ അധ്വാനങ്ങളെ ഫലസമൃദ്ധമാക്കണമേ. അവരുടെ കുറവുകളെ നിറവുകളാക്കി കാർഷിക മേഖലയെയും അതുവഴി രാജ്യത്തെയും സർവ്വജനങ്ങളെയും ജീവജാലങ്ങളെയും അനുഗ്രഹിച്ചാലും പ്രകൃതി സൃഷ്ടാവേ നന്ദി. ഇന്ന് ജനുവരി 12 ദേശീയ യുവജനമായാണ് നമ്മൾ ആഘോഷിക്കുന്നത്. സ്വാമി വിവേകാനന്ദയുടെ ജന്മദിനമാണ് ഇന്ന്. 1984 ആദ്യമായി കേന്ദ്ര സർക്കാർ സ്വാമി വിവേകാനന്ദയുടെ ജന്മദിനം ദേശീയ യുവജന ദിനമായി പ്രഖ്യാപിച്ചത്. പിന്നെ അന്ന് തൊട്ട് ഇതുവരെ എല്ലാ വർഷവും നമ്മൾ ഇത് ആഘോഷിക്കുന്നതാണ്. ഇന്ന് KSS കരികുന്നം യൂണിറ്റിന്റെ ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് KSS യൂത്ത് വിംഗ് പ്രസിഡന്റ് മെലോ സണ്ണിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. KSS പ്രസിഡന്റായ ശ്രീ സിബിച്ചൻ തോമസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മിസസ് ജെസ്സി ജോസഫ്, ഹെഡ് മാസ്റ്റർ ഓഫ് സെന്റ് അഗസ്റ്റിൻ സ്കൂൾ ചെലുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. KSS എക്സിക്യൂട്ടീവ് മെമ്പറായ ശ്രീ മാത്യു വിഎമ്മിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. KSS വൈസ് പ്രസിഡന്റ് ശ്രീ സനു തോമസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ രാജേന്ദ്രൻ നായർ ഡിസ്ട്രിക്ട് ട്രഷററാണ് KSSന്റെ. അധ്യക്ഷ പ്രസംഗം പറയുന്നതിനായി യൂത്ത് വിംഗ് പ്രസിഡന്റായ ശ്രീ മെലോ സണ്ണിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. KSS പ്രസിഡന്റ് ശ്രീ സുജിത് തോമസ്, KSS എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ മാത്യു എം, KSS വൈസ് പ്രസിഡന്റ് ശ്രീ സനു തോമസ്, പിന്നെ നമ്മുടെ ആങ്കറായ മിസ്സി സണ്ണി, സസിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, KSS ട്രഷറർ രാജേന്ദ്ര സാർ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദേശീയ യുവജന ദിന ആശംസകൾ. മുഖ്യ പ്രഭാഷണം നൽകുന്നതിനായി മിസസ് ജെസ്സി ജോസഫ്, ഹെഡ് മാസ്റ്റർ ഓഫ് സെന്റ് അഗസ്റ്റിൻ സ്കൂൾ ചെലവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരികുന്ന KSS സംഘടനാ പ്രതിനിധികളെ, KSSന്റെ മറ്റംഗങ്ങളെ നമസ്കാരം. ഒരു വലിയ പ്രസംഗം നടത്തുന്നതിനൊന്നും അല്ല ഞാനിവിടെ നിൽക്കുന്നത്. എങ്കിലും ഞാൻ വായിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതുമായ ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നതിന് ഈ അവസരം ഉപയോഗിക്കുകയാണ്. നാം ചിന്തിക്കുന്നതെന്തോ നമ്മൾ അതായിരിക്കും. നാം ദുർബലരാണെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദുർബലരായിരിക്കും. നമ്മൾ ശക്തരാണ്, കരുത്തരാണെന്ന് നാം സ്വയം വിശ്വസിച്ചാൽ നമ്മൾ കരുത്തരായിരിക്കും. നവോത്ഥാന നായകനായ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ് ഇത്. അടുത്തതായി നമുക്ക് ഇന്നത്തെ പരിപാടികളെല്ലാം ഉദ്ഘാടനം ചെയ്യുന്നതിന് KSS ട്രഷറർ, ഇടുക്കിയിലുള്ള ട്രഷററായ ശ്രീ രാജേന്ദ്രൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. തന്നെയുമല്ല, ഞാനൊരു തൊടുപുഴക്കാരനായതുകൊണ്ട് തൊടുപുഴയിലുള്ള എല്ലാ യൂണിറ്റുകളിലും അപ്പം തന്നെ ഞാനിവിടെ എത്തി. ഞങ്ങൾക്ക് രാവിലെ പ്രോഗ്രാം ആക്കി, ഞങ്ങൾ മാറ്റി വൈകിട്ടത്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പ്രോഗ്രാം നടത്തി. ഇത് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവജനങ്ങൾ മുൻപോട്ട് വന്നെങ്കിൽ പ്രസ്ഥാനം മുൻപോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ യുവജന ദിനാഘോഷം, വിവേകാനന്ദന്റെ ചരിത്രം ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിക്കാഗോയിലെ പ്രസംഗത്തിന് പുള്ളി ചെന്നപ്പം ഒരു കാൽമുണ്ട് കൊടുത്ത് മൂലയിലിരിക്കുകയായിരുന്നു പുള്ളി. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം 700 മതപണ്ഡിതന്മാരാണ് പങ്കെടുത്തിരുന്നവിടെ. ഇത്രയും പേര് ഇരുന്നപ്പം എല്ലാവരും പുള്ളിയെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഇരിപ്പില്ല.
ഭാവി ദിവസം ഇങ്ങനെ ഉണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഓരോരുത്തരും വിളിക്കുന്നൊരു സംഭവം ഉണ്ട് അവിടെ സ്റ്റേജിലേക്ക്. അപ്പം 70,000 ആളുകളൊക്കെ പങ്കെടുക്കുന്ന യോഗത്തിൽ 700 പേരാണ് ഈ മത അധ്യക്ഷന്മാരിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചു കഴിയുമ്പം ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ വിളിച്ച് വിവേകാനന്ദനാണ്. ഉടനെ വിവേകാനന്ദൻ ചെന്നു സ്റ്റേജിലേക്ക്. പുള്ളി അവിടെ കയറി കഴിയുമ്പോൾ തന്നെ അനങ്ങാതെ നിന്നിട്ട് പുള്ളി ഇപ്പം ടീച്ചർ പറഞ്ഞതൊക്കെ ആ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ 7,000 ആളുകളും ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് കരഘോഷം തുടങ്ങി. ഏതാണ്ട് 2 മിനിറ്റ് ചിലവാനും കരഘോഷം നടത്തുകയും അട്ടഹസിക്കുകയും ചെയ്തു. കാരണം എൻ്റെ ആ സന്തോഷം അത്രയും കാലം ലേഡീസ് ആൻഡ് ജെന്റ്സ്മാൻ ഒറ്റ വാദ്യമുള്ളൂ, വേറെ ഒന്നുമില്ല. ഇയാളുടെ ഈ വിവേകാനന്ദ സ്വാമിയുടെ ആ ഭാഷ അവിടെ കേട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഏതാണ്ട് ലോകത്തിന്റെ നിറയിലേക്ക് ഭാരതം എത്തി. അന്ന് ഇന്ത്യ അല്ല, ഭാരതമാണ്. ഭാരതം എത്തി. അങ്ങനെയാണ് നമുക്ക് പല കാര്യങ്ങളിലും വിവേകാനന്ദൻ ആ ചെയ്തതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പോലും മുൻകൈ എടുക്കാനായിട്ട് പല കാര്യങ്ങളും നമ്മൾ സാധിച്ചു. അങ്ങനെ ലോകരാഷ്ട്രങ്ങൾ നമ്മളെ അംഗീകരിച്ചു. അങ്ങനെയാണ് നമ്മൾ തുടക്കം. അങ്ങനെയുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ വിവേകാനന്ദ സ്വാമി 39ാമത്തെ വയസ്സിൽ മരിക്കുകയാണ്. മരിക്കുന്നതിന് 6 വർഷം മുമ്പ് പുള്ളി പറഞ്ഞു, ഞാൻ ഏകദേശം ഇന്ന സമയത്ത് സമാധിയാകും. സംഭവം ശരിയാണ്. എങ്ങനെ സമാധിയായി എന്നുള്ളതല്ല, തലച്ചോറിനകത്ത് പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൂടിയാണെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ അവസാനം. എങ്ങനെയായാലും അദ്ദേഹത്തിൻ്റെ ആ ജന്മദിനം നമുക്ക് യുവജനദിനമായിട്ട് ആചരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചതോടുകൂടി ലോകം മുഴുവൻ അംഗീകരിച്ചു. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് നമ്മളെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഓരോ വിത്തിലും ഭാവിയുടെ വാഗ്ദാനമുണ്ട്. ഓരോ കർഷകരിലും അതിനെ പരിപാലിക്കുന്നതിനുള്ള ശക്തിയുമുണ്ട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്റ്റേജിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, 1955 12ാമത്തെ കൊച്ചി തിരുവിതാംകൂർ ശാസ്ത്രീയ സാഹിത്യ ധർമ്മ സംഘങ്ങൾ രജിസ്റ്റർ ആക്കൽ ആക്ട് വഴി രജിസ്റ്റർ ആക്കപ്പെട്ടിട്ടുള്ള കിസാൻ സർവീസ് സൊസൈറ്റി ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്, NGO ആണ്. അതായത് ഒരു ധർമ്മ സംഘമാണ്. കൃഷിയെയും കർഷകരെയും കർഷക കുടുംബങ്ങളെയും കർഷക കൂട്ടായ്മകളെയും കർഷകരുടെ മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, ഒരേ മനസ്കരായ ഒരു കൂട്ടം ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കിസാൻ സർവീസ് സൊസൈറ്റി. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന കിസാൻ സർവീസ് സൊസൈറ്റി കേരളത്തിന്റെയും അതായത് സംസ്ഥാനത്തിന്റെയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റേതൊരു ഏജൻസികളുടെയും കർഷകർക്ക് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഏതൊരു ആനുകൂല്യത്തെയും അത് ഈ കരിമുഖത്ത് കൊണ്ടുവന്ന് കർഷകരിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് ഞങ്ങൾക്കുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ എത്ര അങ്ങേയറ്റം വരെ പോകാൻ തയ്യാറാണ്. എന്റെയും എൻ്റെ യുവജനങ്ങളുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളു. അടുത്തതായി നമുക്കായി ചെറുതെങ്കിലും വളരെ അർത്ഥപൂർണമായ ഒരു പ്രസംഗം നമ്മുടെ ടീച്ചർ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ടീച്ചർക്കും എൻ്റെയും യുവജനങ്ങളുടെയും പേരിൽ അത് അർപ്പിക്കുന്നു. അടുത്തത് നമ്മുടെ രാജേന്ദ്രൻ ചേട്ടനാണ്. ഇടുക്കി ജില്ലാ ട്രഷറാണ്. ദീർഘകാലത്തെ പരിചയമുണ്ട്. 16 വർഷത്തെ പരിചയമുള്ള ആളാണ്. വീണ്ടും ഈ പ്രസ്ഥാനം വന്നുകൊണ്ട് വീണ്ടും കണ്ടുപിടാൻ സാധിച്ചു. ഈ വേദിയിൽ വന്ന് നമുക്ക് കുറേ അറിവുകൾ പകർന്നു രാജേന്ദ്രൻ സാറിനും അർപ്പിച്ചുകൊള്ളുന്നു. ജോയി ചേട്ടനാണ്. ജോയി ചേട്ടനും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ആങ്കർ പേര് ഞാൻ മറന്നുപോയി, പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന നമ്മുടെ ജയ് കിസാന്റെ എല്ലാമായ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ എല്ലാമായ സിബിച്ചൻ തോമസിനാണ്. തോമസിന് എൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, മാതാപിതാക്കൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
अमेरिका की जनता ने Shine.